ശ്രീ സോണി, ഇന്നിപ്പോൾ CM വിൻസെന്റ് MLA 8/6/2022 അന്നത്തെ CMD ഇറക്കിയ സർക്കുലറെ പറ്റി പറയുകയായിരുന്നു. അത്തരത്തിൽ സംഭവം ഉണ്ടായാൽ അടിയന്തരമായി യൂണിറ്റ് ഓഫീസർ പോലീസിൽ പോയി പരാതിപ്പെട്ട് അതിൽ കേസെടുക്കുന്നു ഉറപ്പുവരുത്തിയ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിൽ KSRTCക്ക് ഒരു പരാതിയുമില്ല. LH എന്ന് പറഞ്ഞ ജീവനക്കാർക്ക് ഒപ്പം നിൽക്കാൻ ഒരു നടപടിയും ചെയ്യുന്നില്ല. എല്ലാ കാര്യത്തിലും ഇടപെടുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും സജീവമായി പ്രതികരിക്കുന്ന മന്ത്രി ഗണേഷ് കുമാറിന് കാര്യമായി ഒന്നും പ്രതികരിക്കാൻ അക്കാര്യത്തിലില്ല. ശ്രീ സോണി, ഇവിടെ ഈ സമയം എന്ന് പറഞ്ഞാൽ ഈ ബസ് ആ 3 മണിക്കൂർ ആ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ KSRTC വിജിലൻസ് ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു. സച്ചിൻ ദേവ് MLA അവിടെ ഉണ്ടായിരുന്നു അറിയാൻ കഴിയുന്നു. MLA യാത്രക്കാരെ അവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നു അറിയാൻ കഴിയുന്നു. യാത്രക്കാരിൽ ആരോ പകർത്തിയ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഡിലീറ്റ് ചെയ്തു, ട്രാഷിൽ പോയി ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇതിൽ ഈ മെമ്മറി കാർഡ് നഷ്ടമായതിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും വിൻസെന്റ് MLAയും സംശയിക്കുന്നത്? സോണി, തീർച്ചയായിട്ടും അവിടെ ഈ സംഭവം നടന്നപ്പോൾ തന്നെ വീഡിയോ പകർത്തുകയും ആ വീഡിയോ പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത്. ആ ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ ഈ ആരാണെന്ന് നമുക്ക് മനസ്സിലാകും. KSRTCയിൽ ഒരു ബസ് ഏതെങ്കിലും കാരണവശാൽ ഒരു കാറുമായിട്ട് അണയുകയോ അല്ലെങ്കിൽ അവർക്ക് ഭയപ്പെടുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നതായ കണ്ട് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഫോൺ കോൾ ഡിപ്പോയിൽ വിളിച്ചറിയിച്ചാൽ മതി. തിരിച്ചു വരുമ്പോൾ അയാളെ മാറ്റി നിർത്തുന്ന ഒരു നടപടി, സഡനായിട്ട് ആക്ഷൻ എടുക്കുന്നത് KSRTCയിൽ മാത്രമാണ്. എന്നിരിക്കെ ഈ മേയറും MLAയുമായിട്ട് ബസ് ഇതിൻ്റെ ഫ്രണ്ടിൽ ചേർത്ത് നിർത്തുകയും ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു നടപടിയിലേക്ക് പോയില്ല? KSRTC അറിയിക്കുവാനോ അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കുകയോ ചെയ്യാതെ MLA ബസ്സിനകത്ത് കയറി യാത്രക്കാരെ എല്ലാം ഇറക്കി വിടുകയാണ്. ഈ വണ്ടി പോവില്ല, ഈ വണ്ടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തുന്ന രീതിയിലാണ് യാത്രക്കാരെ എല്ലാം ഇറക്കി വിട്ടത്. ഈ യാത്രക്കാരിൽ ആരെങ്കിലും ഒരാൾ ഈ ഡ്രൈവർ ചെയ്തത് തെറ്റാണെന്ന് ഒരാൾ പറയാനുണ്ടായിരുന്നോ? ഒരാൾ പോലും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അതിനകത്ത് കൃത്യമായിട്ട് ഡ്രൈവറിൻ്റെ ഭാഗത്ത് ഏതൊരുവിധ തെറ്റുമില്ലെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു യാത്രക്കാരൻ പോലും ഇപ്പോൾ ഡ്രൈവറെ പ്രതിയാക്കി സംസാരിക്കാത്തത്. MLAയും ഒരു യാത്രക്കാരൻ പോലും MLA ഇറക്കിവിട്ട കാര്യം പറയുന്നില്ല. ഒരു യാത്രക്കാരൻ പോലും MLA അകത്ത് കയറിയ കാര്യവും ഇപ്പോൾ A റഹീം MP ആണ് MLA അകത്ത് കയറിയ കാര്യം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്നെ ഡിപ്പോ വരെ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അകത്ത് കയറിയ കാര്യം സ്ഥിരീകരിക്കുന്നത് MP മാത്രമാണ്. അല്ല, ഒരു യാത്രക്കാരനും MLA എന്തിനാണ് ടിക്കറ്റ് എടുക്കുന്നത്? ഒരു യാത്രക്കാരൻ പറഞ്ഞിട്ടില്ല. അതെ, അത് യാത്രക്കാരെല്ലാം പേടിച്ചില്ലേ? ഈ നമ്മളെ അവിടെ നടന്ന കാര്യങ്ങൾ അവർ മൊബൈൽ പകർത്തിയപ്പോൾ അതിനെല്ലാം ഡിലീറ്റ് ചെയ്യാൻ തന്നെ പറയുകയും ഇപ്പോൾ ഈ 715 രൂപ ശമ്പളം വാങ്ങുന്ന യദുവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ ഒരു കുറ്റം, അതായത് എന്തോ അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി അണഞ്ഞ് ഈ ഒരു കുറ്റം ചെയ്തതിൻ്റെ പേരിൽ വണ്ടിയെ ചെറുത്ത് നിർത്തുകയും ഇപ്പോൾ അയാളെ വ്യക്തിഹത്യ ചെയ്യുകയും അയാളെ ഭൂത കാര്യങ്ങളെല്ലാം ഇവർ തന്നെ അങ്ങ് നിർമ്മിക്കുകയാണ്. അയാൾ കള്ളനാണ്, പെൺകോന്തനാണ്, എന്തെല്ലാം കാര്യങ്ങൾ. അപ്പോൾ ഇത് പേടിച്ച് യാത്രക്കാരൻ മിണ്ടുവോ? ആരും മിണ്ടത്തില്ല. അല്ല, താങ്കൾ ജീവനക്കാരുടെ സംഘടനയുടെ ആളാണ്. ഇത്ര പുതിയ ക്രിമിനലുകൾ KSRTC ഡ്രൈവറായി ഇരിക്കാറുണ്ടോ സാധാരണ? ശ്രീ സോണി, ഇവർ പറയുന്ന ഭൂതകാലം അത്രയും അഴുക്കുപുരണ്ട, അത്രയും വൈകൃതമുള്ള, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വണ്ണം ഉപദ്രവിക്കുന്ന ഒരു പെണ്ണുപിടിയൻ KSRTC ഡ്രൈവറായിരിക്കാൻ പറ്റുമോ? ഒരു പരിശോധന ഉണ്ടാവില്ലേ? സ്ത്രീകളെ അപമര്യാദയായിട്ട് നോക്കി എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഒരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ സമയം തന്നെ KSRTCയിൽ മാറ്റി നിർത്തും. അതിനകത്ത് ഏതൊരുവിധ യൂണിയനുകളോ ഒന്നും ഇടപെടാറില്ല. അത് കൃത്യമായിട്ട് KSRTC നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അല്ല, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ അന്വേഷണമൊക്കെ നടത്തി എൻക്വയറിയൊക്കെ നടത്തി റിപ്പോർട്ട് വന്നിട്ടേ മാറ്റി നിർത്തുന്നില്ല. ഇപ്പോൾ ഈ സംഭവം തന്നെ കണ്ടല്ലോ. ഇവിടെ അന്വേഷണം നടക്കുന്നുണ്ട്, എല്ലാം ഇപ്പോൾ ഉള്ള ദൃശ്യങ്ങളെല്ലാം യദുവിന് അനുകൂലമായിട്ട് പോലും യദുവിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ, ബസ്സിനകത്തുള്ള ദൃശ്യം അന്ന് അവരെടുത്തില്ല. പിന്നെ ആ ദൃശ്യം എടുത്തു കഴിഞ്ഞാൽ MLAയും മേയറും പ്രതിയാവും എന്നതുകൊണ്ട് അവരൊരു ഗൂഢാലോചന ഭാഗമായിട്ടാണ് ഈ മെമ്മറി കാർഡ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. അല്ല എങ്കിൽ മെമ്മറി കാർഡ് നഷ്ടമാകില്ലായിരുന്നു. അല്ല, പരിഷ്കരണങ്ങൾ കൂടെ മന്ത്രി KB ഗണേഷ് കുമാർ പരിഷ്കരണത്തിന്റെ ആശാന നിൽക്കുകയാണ്. കംപ്ലീറ്റ് പരിഷ്കരണം എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. മദ്യപിക്കുന്നവരെ പിടിക്കുക, പെറ്റി അടയ്ക്കുക, സ്ത്രീകളെ കയറ്റാതെ വണ്ടി ഓടിച്ചു പോയാൽ പെറ്റി അടയ്ക്കുക, അങ്ങനെ ഡ്രൈവർമാരെ ചട്ടം പഠിപ്പിക്കുന്ന ആൾ. ഒരു ഡ്രൈവർക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ വകുപ്പിനൊപ്പം നിൽക്കണോ, ആ ജീവനക്കാർക്കൊപ്പം നിൽക്കണോ, അതോ മഹാമൗനിയായിരിക്കണോ? ശ്രീ സോണി, KSRTC
മഹാമൗനായിരിക്കണോ? ജീവനക്കാരനൊപ്പം ഇപ്പൊ യദു തെറ്റ് ചെയ്തെങ്കിൽ യദു ഈ പറയുന്ന ആംഗ്യം കാണിച്ചു എന്ന് KSRTCക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ യദുവിനെ അവിടെ ഇരുത്തിക്കൂടാ, യദുവിനെ പുറത്താക്കണം. അങ്ങനെ അല്ലെങ്കിൽ യദുവിനൊപ്പം നിൽക്കണം വകുപ്പ് KSRTC അല്ലേ? പുറത്താക്കണം. പക്ഷെ തീർച്ചയായിട്ടും യദുവിനൊപ്പം നിൽക്കാവൂ. ഇപ്പോഴുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മതി, അല്ലാതെ രണ്ടുപേരും പറയുന്നത് നമ്മൾ കേൾക്കണ്ട. ഇപ്പോഴത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യദു കുറ്റക്കാരനല്ല, അത് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ അതിനോടൊപ്പം മന്ത്രിയും മാനേജ്മെൻറ്റും നിൽക്കേണ്ടതാണ്, കുറ്റക്കാരനല്ല. പക്ഷേ ഇത് LDF സർക്കാരാണ് ഭരിക്കുന്നത്, ഇവിടെ ആടിനെ പട്ടിയാക്കുന്ന സർക്കാരാണ് ഭരിക്കുന്നത്. അത്തരത്തിൽ ഭരിക്കുമ്പോൾ എല്ലാവർക്കും ഭയമാണ്, മാനേജ്മെൻറ്റിനും ഭയമാണ്. ഇവിടെ 715 രൂപ ശമ്പളം പറയുമ്പോൾ നമ്മളെ റെജി ലൂക്കോസിന് ഒരു അഭിമാനം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞ കേട്ടില്ലേ 715 രൂപയ്ക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ഇപ്പൊക്കെയോ ബംഗാളികളുണ്ടെന്ന്. അപ്പോൾ ഈ തൊഴിലാളി സർക്കാർ ഭരിക്കുമ്പോൾ അവർക്ക് പറയുന്നത് ഈ ശമ്പളം കുറവെന്നൊന്നും പറയല്ലേ, ആരെയും ബുദ്ധിമുട്ടും പ്രയാസം പറയല്ലേ, KSRTCക്കാരന് ശമ്പളം തൊഴിലാളി സംഘടനയുടെ ബലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. മതി. അതെ, 715 രൂപ അംഗീകരിച്ചുകൊണ്ട് ജോലിക്ക് കയറുമ്പോൾ അവന്റെ നിവൃത്തിയോടുകൂടാണ് കയറുന്നത്. ഒരു പണിയെടുക്കാതെ ദിവസം ശമ്പളം കിട്ടുന്ന സപ്രമഞ്ചക്കട്ടിൽ സുഖകരമായി വാഴാമെന്ന ബോധ്യം കൊണ്ടല്ല, മറ്റു വഴിയില്ലാത്തതുകൊണ്ടാണ് സർ, മറ്റു വഴിയില്ലാത്തതുകൊണ്ടാണ്. അത് കൊടുക്കുന്നുണ്ടോ നേരവണ്ണം? മറ്റു വഴിയില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. സോണി പറഞ്ഞു ആ പൈസ പോലും കൃത്യമായി കൊടുക്കാതെ ഒരു വണ്ടി ഈ ഇത്രയും തിരക്കേറിയ റോഡിൽ കൂടെ ഒരു വലിയ ബസ്സും കൊണ്ട് പോകുമ്പോൾ അത് അണഞ്ഞുപോയി, അല്ലെങ്കിൽ ഒന്ന് അണഞ്ഞുപോയി, അല്ല തട്ടയോ മുട്ടയോ ഒന്നും ചെയ്തില്ല. അത് ആ പേരിൽ മേയർ ചേർത്ത് നിർത്തി, അത് മേയറെ അറിഞ്ഞില്ല, മേയറാണെന്ന് ഡ്രൈവറിന് മനസ്സിലായില്ല. അതിൻ്റെ പേരിൽ ആംഗ്യ ഭാഷ്യം കാണിച്ചു. ഇനി സ്ത്രീ എന്ത് കഷ്ടമാണ് ഈ കേരളത്തിൽ. ഇത്തരത്തിൽ സാധാരണക്കാർ ജീവിക്കണ്ടേ? ജനപ്രതിനിധികളല്ലേ? എന്തെങ്കിലും ചെറിയ തെറ്റുകൾ സാധാരണക്കാരൻ്റെ ഭാഗത്ത് വന്നുകൾ അത് ക്ഷമിക്കേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കില്ലേ? അപ്പോൾ ഓരോ ജനപ്രതിനിധിയും ഇത്തരത്തിൽ റോഡിലിറങ്ങി ബസ്സിലെ നടത്താനും മറ്റുള്ള കാര്യങ്ങൾ നിയമങ്ങളെല്ലാം കയ്യിലെടുത്തുള്ള അവസ്ഥ എന്താണ്? പിന്നെ ഈ രാജ്യത്ത് നിയമം വേണ്ടേ? ഇവിടുത്തെ സ്ത്രീകൾക്ക് സുരക്ഷ വേണ്ടേ? നിങ്ങൾ ലൈംഗിക ശ്രേഷ്ഠ കാണിക്കുന്ന മേയർ പറഞ്ഞതല്ലാതെ ലൈംഗിക ശ്രേഷ്ഠ കാണിച്ചവരോട് ക്ഷമിക്കണ്ട. ലൈംഗിക ശ്രേഷ്ഠ കാണിച്ചെന്ന് പറയുന്ന മേയർ വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങളാണ് കാണാതെ എല്ലാവരും വീഡിയോ പിടിച്ചപ്പോ ശരി. ഞാൻ എത്താം സോണി.